ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ബീഫ് ഡ്രൈ ഫ്രൈ ആട്ടാ. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കട്ടാ. അതിന് നമ്മൾ ഒരു കുക്കർ എടുക്കട്ടാ. അതിലേക്ക് ഞാൻ 1/2 കിലോ ബീഫ് എടുത്തുള്ളത്. അത് നല്ല കൊഴുപ്പില്ലാത്ത ബീഫ് എടുക്കണം. എന്നിട്ട് അതിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഉപ്പ്, ഒരു 1/4 ഗ്ലാസ് വെള്ളം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഒരു 8 വിസിലടിക്കണം കേട്ടോ. ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. നമ്മൾ വെറുതെ ഹോട്ടലിലൊക്കെ പോയി പൈസ കൊടുക്കണ്ട. നമ്മൾ വീട്ടിൽ ഇതേപോലെ തന്നെ ചെയ്താൽ അതേ രുചി തന്നെയാണ്. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാലക്കൂട്ട് ഉണ്ടാക്കട്ടെ. അതിന് വേണ്ടി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലൈസ്, 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടാ. അത് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റേ മുളക് പൊടി അണിച്ചെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇട്ടാ. 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി ആയാലും മതി ഇട്ടാ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടാ. എന്നിട്ട് നമ്മൾ ബീഫ് വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കട്ടാ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ സാദാ മുളക് പൊടി ഇല്ലേ, അതിട്ട് കൊടുക്കട്ടാ. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂണ് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളെ ബീഫ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്യട്ടാ. അത് നല്ല കനത്തിലും കട്ട് ചെയ്യരുത്, കനം കുറച്ചിട്ടും കട്ട് ചെയ്യരുത്. ഒരു മീഡിയം സൈസിൽ നീളത്തിൽ കട്ട് ചെയ്യട്ടാ. അപ്പം ഞാൻ കട്ട് ചെയ്ത പോലെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കട്ടാ. ഇനി നമുക്കത് ഈ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണ്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. നല്ല തിരുമ്പി ഇതാക്കരുത്, അത് പൊടിഞ്ഞു പോവും. നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്തായാലും ഫ്രിഡ്ജിൽ മസ്റ്റാണ് വെക്കണം. കാരണം പിന്നെ മസാല ഒക്കെ നന്നായി പിടിക്കണമെങ്കിൽ 1 മണിക്കൂർ എന്തായാലും വെക്കണം. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യട്ടോ. അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി, വെളിച്ചെണ്ണ ഒഴിക്കരുത്. അത് മുങ്ങാനുള്ള ഓയിൽ വേണം. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. വേറിട്ട പോലെ അങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ ഇളക്കരുത്, കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇളക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി മൊരിക്കരുത് കേട്ടോ. ഒന്ന് സോഫ്റ്റ് ആവണം. കാരണം നല്ല ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കണ നേരത്ത് നല്ല ഹാർഡ് പോലെ തോന്നും. ഇങ്ങനെ സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പച്ചമുളകും വേപ്പില ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരട്ടാ. വേപ്പിലയും പച്ചമുളകും ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാട്ടാ. ഞാനിതിൽ ഫുഡ് കളറൊന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്ത കാരണം നല്ല കളറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് വറുത്ത് കോരി എടുക്കട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കണം അതേ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം.